നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രയേൽ വീണ്ടും ഗാസയിൽ കൂട്ടക്കുരുതി തുടരുകയാണ്. അമേരിക്കയാകട്ടെ ഇത്തവണയും ഇസ്രയേലിനോടൊപ്പം തന്നെ ആ രക്തത്തിൽ പങ്കുചേരുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കുഞ്ഞു കുട്ടികളെ പോലും വെറുതെ വിടാത്ത നിങ്ങളുടെ ക്രൂരതയുടെ ഫലം അനുഭവിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്കൊപ്പം നിന്നാൽ ഇറാനെ റഷ്യ കൈവിടുമെന്ന് അമേരിക്ക കരുതിയെങ്കിൽ അത് മാറ്റിക്കോളൂ. അങ്ങനെയൊന്നും ഇറാനെ കൈവിടാൻ റഷ്യ ഒരുക്കമല്ല. മാത്രവുമല്ല, അമേരിക്ക എന്ന ചതിയന്മാർക്ക് വേണ്ടി ഇറാനെ കൈവിടാൻ റഷ്യയ്ക്ക് എന്താ വട്ടുണ്ടോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നോക്കാം. ഗാസയിൽ വീണ്ടും ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം മാത്രം കൊല്ലപ്പെട്ടത് 100 പേരാണ്. നിങ്ങൾ ആലോചിക്കണം, 100 പേര് കഴിഞ്ഞ ദിവസം മാത്രം കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് കരാർ വന്നത്, അതായത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നത്. അതും ഖത്തർ അതുപോലെ ഈജിപ്ത്, അമേരിക്കയൊക്കെ ഉൾപ്പെട്ടി. അമേരിക്കയുടെ കാര്യം ഞാൻ പറയുന്നില്ല, ഇത് ഖത്തറും ഈജിപ്തും ഒക്കെ കാര്യമായിട്ട് ഇടപെട്ട് തന്നെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അതായത് ഈ വിഷയം ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഗാസ വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നു. അതിനുശേഷം ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴവിടെ യുദ്ധം തന്നെ നടത്താനുള്ള പദ്ധതിയിലാണ് ഇസ്രയേലും അമേരിക്കയും ഇപ്പം നിലവിലുള്ളത്. അതേസമയം ഇസ്രയേൽ വെടിനിർത്തൽ കരാർ നിലനിർത്താനുള്ള ചർച്ചയ്ക്ക് സന്നദ്ധമാകണമെന്നും ഉടൻ ചർച്ച ആരംഭിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ നമ്മൾ ഹമാസിന്റെ കൂടെ തന്നെ നിൽക്കേണ്ടി വരും. കാരണം ഹമാസ് ഇപ്പോൾ വളരെ തികച്ചും ന്യായമായ ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ പല രീതിയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതാണ്, കുഞ്ഞു കുട്ടികളെയാണ് ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത്. കുഞ്ഞു കുട്ടികൾ, അതായത് മിഠായി പൊതികളെ പോലെ ചെറിയ കുട്ടികളുടെ ശവശരീരം പോകുമ്പോൾ നമുക്ക് വളരെ അധികം വിഷമാവുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. നമ്മളെന്ന് പറയുന്നത് ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. പക്ഷേ ചില ആളുകൾക്ക്, അതായത് ഈ വലതുപക്ഷ ഇസ്രയേൽ, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് അത് മനസ്സിലാകുന്ന പോലുമില്ല. എന്താണ് അങ്ങനെ? അത് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നാണ് അവർ പറയുന്നത്. ദൈവത്തെ കൂട്ടുപിടിച്ചിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളെ അംഗീകരിച്ചു കൊടുക്കാൻ ആഗോള സമൂഹത്തിൽ സാധിക്കുന്നില്ല എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതാണ്. 2023 എല്ലാത്തിൻ്റെയും തുടക്കം. 2023 ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ 251 പേരെയാണ് പിടികൂടി കൊണ്ടുപോയത്. ഇതിൽ 56 പേർ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലാണെന്നാണ് അറിയുന്നത്. വടക്കൻ ഗാസയിൽ കരയാക്രമണം ആരംഭിച്ച ഇസ്രയേൽ തെക്ക് വരെ ഇവിടേക്ക് വരാൻ അനുവദിക്കില്ലെന്ന് അറിയിച്ചിട്ടുമുണ്ട്. വടക്കും തെക്കും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ സലാഹുദ്ദീൻ റോഡിലൂടെ യാത്ര ചെയ്യരുതെന്നും വടക്കുനിന്ന് തെക്കോട്ട് പോകുന്നവർ തീരപാതയിലൂടെ സഞ്ചരിക്കണമെന്നും അറിയിപ്പും വന്നിട്ടുണ്ട്. ഇവിടെ ഗാസയിലെ യുദ്ധം സജീവമായി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെങ്കടലിൽ ഹൂതി അമേരിക്ക സംഘർഷവും വളർന്നു വരികയാണ്. ഞാൻ വിശദമായിട്ട് തന്നെ അമേരിക്ക ഹൂതി വിഷയം, അതായത് അമേരിക്ക എന്തുകൊണ്ട് ഹൂതികളെ വെറുക്കുന്നു, അവർ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ കാരണം എന്താണെന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. വേണമെങ്കിൽ അതിപ്പം കാണാവുന്നതാണ്, എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എന്തായാലും അവിടെയും യുദ്ധം അല്ലെങ്കിൽ അവിടെയും സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയും ഹൂതികളും തമ്മിൽ. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് വൻ ഭീഷണി ഉയർത്തിക്കൊണ്ട് ആക്രമണം കടുപ്പിച്ച ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകരുതെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ചെയ്തത്. അതായത് നമുക്ക് അറിയാവുന്നതാണ്, ഹൂതികളാവട്ടെ അതുപോലെ തന്നെ ഹമാസ് ആവട്ടെ ഹിസ്ബുള്ള ആവട്ടെ എല്ലാ സംഘടനകളെയും വളർത്തുന്നതിൽ ഇറാന് ഒരു നല്ല പങ്കുണ്ട്. ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾ എന്നാണ് നമ്മൾ ഇവരെ അഭിസംബോധന ചെയ്യുന്നത് പോലും. ഇറാൻ എന്ന രാജ്യമാണ് ഇവർക്ക് വേണ്ട ആയുധങ്ങളും പണവും ഒക്കെ നൽകുന്നത് എന്ന കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ, അതായത് ഹൂത്തികളെ അതുപോലെ തന്നെ ഹിസ്ബുള്ള, ഹമാസ് എന്നീ സംഘടനകളൊക്കെ നിലനിർത്തണമെങ്കിൽ ഈ ഇറാൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഇറാന് നേരെ തിരിയുക എന്നതാണ് അമേരിക്കയുടെ ആവശ്യം. അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു രാഷ്ട്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇറാനായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ. എന്തായാലും ഇറാൻ ആയുധങ്ങൾ നൽകരുതെന്ന ട്രംപിന്റെ ആവശ്യം റഷ്യയും തള്ളിക്കറിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇറാൻ ആയുധങ്ങളും, അതായത് ഇറാനെ സഹായിക്കുന്ന ഒരു വലിയ രാഷ്ട്രം എന്ന് പറയുന്നത് റഷ്യയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇറാനെ എന്ത് സഹായത്തിനും റഷ്യയാണ് കൂടെ നിൽക്കുന്നത്. അതായത് ഖമേനിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് റഷ്യൻ റൈഫിൾ ആയിരുന്നു. അതായത് കുറേ നാളുകൾക്ക് മുൻപ് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് എത്തിയ സമയത്ത്, അതായത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആയുധം എന്ന് പറയുന്നത് റഷ്യൻ റൈഫിളായിരുന്നു. അതായത് അത് ഒരു പ്രഖ്യാപനം കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. റഷ്യ തങ്ങളുടെ ഒപ്പമാണ് എന്ന പ്രഖ്യാപനമായിരുന്നു ഖമേനി നടത്തിയിരുന്നത്. എന്തായാലും ഇറാൻ ആയുധങ്ങൾ നൽകരുതെന്ന് ട്രംപിന്റെ ആവശ്യം റഷ്യയും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്. റഷ്യയോട് ഇപ്പം അമേരിക്ക അടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാനുമായിട്ടുള്ള അടുപ്പം സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഇറാനെ ഒന്ന് ഒതുക്കുക, ഇറാനെ ഒന്ന് ചവിട്ടുക എന്നൊക്കെയുള്ള ഒരു ധാരണ അവർക്കുണ്ട്. അതായത് റഷ്യയും അമേരിക്കയും നല്ല ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും പുതിൻ, അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ഈ ഒരു വിഷയത്തിലേക്ക്, റഷ്യയും ഇറാനും തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഇടപെടുകയും ചിലപ്പം പ്രശ്നപരിഹാരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെ മുമ്പ് നോക്കി കണ്ടിട്ട് തന്നെയാണ് ട്രംപ് ഇതിനൊക്കെ മുതിരുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതോടെ ഹൂതികളെ നിരായുധീകരിക്കണമെന്ന അമേരിക്കൻ അജണ്ടയാണ് ഇപ്പോൾ പൊളിഞ്ഞു പോയിരിക്കുന്നത്. അമേരിക്ക പറയുന്ന രീതിയിൽ പുതിയ ആണവ കരാറിന് എത്രയും വേഗം സമ്മതിക്കണമെന്നാവശ്യപ്പെട്ട് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുൽ അലി ഖമേനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് അയച്ച കത്ത് ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന് ഇറാന്റെ വിലയിരുത്തൽ വന്നിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പിന്മാറ്റത്തിനും തയ്യാറല്ലെന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ അത് ചെയ്യാനും പോകുന്നില്ല. അമേരിക്ക എത്ര വിറപ്പിച്ചാലും ഇറാനെ നമുക്ക് അറിയുന്നതാണ്, അമേരിക്കയുടെ അത്ര വലിയ ശക്തിയുള്ള രാഷ്ട്രമല്ല. എന്നാൽ പോലും അമേരിക്കയുടെ ഹുങ്കിന് മുമ്പിൽ തളരാത്ത രാഷ്ട്രമാണ് ഇറാൻ എന്നത് ഇവിടെ ഓർമ്മിപ്പിക്കേണ്ട ഒരു വസ്തുതയാണെന്ന് തോന്നുന്നു. ഗാസയിൽ വെടിനിർത്തൽ ലംഘിച്ച് ഫലസ്തീനികളെ കൊന്നൊടുക്കാൻ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്ന അമേരിക്ക ഇറാനെ വിരട്ടാൻ നോക്കിയപ്പോൾ വിവരം അറിയുമെന്നാണ് ഖമേനിയുടെ മുന്നറിയിപ്പ്. ട്രംപ് അധികാരമേൽക്കും മുൻപ് തന്നെ അമേരിക്കയുമായും ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടൽ മുന്നിൽ കണ്ട് ഇറാൻ തങ്ങളുടെ ആയുധ കലവറ നിറച്ചിട്ടുണ്ട്. ഭൂഗർഭ അറകളിലെ വൻ ആയുധ ശേഖരങ്ങൾ ഇറാൻ സൈന്യം തന്നെ പല ഘട്ടങ്ങളിലായി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആണവായുധങ്ങൾ ഇറാന്റെ കൈവശമില്ല എന്ന് അമേരിക്ക വിലയിരുത്തുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള റഷ്യൻ സഹായം ഇതിനകം തന്നെ ഇറാന് കിട്ടിയിട്ടുണ്ട്. ഇസ്രയേൽ സംശയിക്കുന്ന കാര്യവും ഇതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇറാനുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത കൈവരിക്കാനാവുകയുള്ളൂ. എന്തായാലും ഇറാനോട്, അതായത് ആണവ ശക്തി പോലുമുള്ള ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഏത് ആയുധം എടുക്കാൻ ഒരു മടിയുമില്ല. റഷ്യയെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും. അതുകൊണ്ട് തന്നെ ഇസ്രയേലും അമേരിക്കയും അതിന് മുതിരാനുള്ള സാധ്യത കുറവാണ്. മാത്രവുമല്ല, അമേരിക്കയുടെ പ്രസിഡന്റ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആണെന്ന് അറിയാമല്ലോ. ട്രംപ് ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ആഗോള വിപണിയിൽ അത് പ്രതിഫലിച്ചു തുടങ്ങും. അത് ബിസിനസ് താല്പര്യങ്ങൾക്ക്, അതായത് ട്രംപിൻ്റെയും അതുപോലെ തന്നെ ട്രംപിൻ്റെ ഉറ്റ ചങ്ങാതിയായ മസ്കിൻ്റെയും ഒക്കെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാകും. അതുകൊണ്ട് തന്നെ അതിന് മുതിരാൻ ട്രംപിന് സാധ്യതയില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. ഇറാൻ്റെ ആത്മവിശ്വാസമാണ് ഈ രണ്ട് രാജ്യങ്ങളെയും ആശങ്കയിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്. വിരട്ടലുകൾ പ്രസ്താവനകളിൽ ഒതുക്കുന്നതിനപ്പുറം ഇറാന് നേരെ ഒരു ആക്രമണത്തിന് അമേരിക്ക മുതിരില്ലെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുദ്ധവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ്. ഏഷ്യയിലെ തന്നെ പ്രബല സൈനിക ശക്തിയായ ഇറാന് പിന്നിൽ അമേരിക്കയുടെ ശത്രു രാജ്യങ്ങൾ അണിനിരക്കുന്ന സാഹചര്യം എന്തായാലും അമേരിക്കയ്ക്ക് ഗുണമായിരിക്കില്ല. ഇത്തരം അപ്രതീക്ഷിത വെല്ലുവിളികൾ നേരിടാനുള്ള സാഹചര്യം എന്തായാലും നിലവിലെ അവസ്ഥയിൽ അമേരിക്കയ്ക്കുമില്ല. കാരണം അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യം അറിയാമല്ലോ. ചൈനയും ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള കടുത്ത അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങൾ നിലവിൽ ഇറാനൊപ്പം ഉറച്ചു നിൽക്കുന്നുമുണ്ട്. റഷ്യ എവിടെയാണോ അവിടെ തന്നെയാണ് കിം ജോങ് ഉൻ ഉള്ളത്. അതായത് ഉത്തര കൊറിയയും റഷ്യയും തമ്മിൽ ഒറ്റക്കെട്ടാണ്. അവർ വളരെ നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ റഷ്യ ഇറാനൊപ്പം തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഉത്തര കൊറിയയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയും ഇവിടെ ഇറാനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഇറാനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള റഷ്യയും ഒരു സൈനിക ഇടപെടൽ ഇറാന് എതിരെ നടത്താനുള്ള ഏതൊരു നീക്കത്തിനും തടയിടാനുള്ള സാധ്യതയുണ്ട്. അതായത് അമേരിക്കയും ഇസ്രയേലും ഗാസയിൽ നടപ്പിലാക്കിയ കൂട്ടക്കുരുതി ഇറാനിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ വിവരം അറിയുമെന്ന കാര്യം ഏകദേശം ഉറപ്പാണ്. അത് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഇസ്രയേലിനും അമേരിക്കയ്ക്കുമാണെന്ന് ഇവിടെ എടുത്തു പറയണമെന്ന് തോന്നുന്നു. ഗാസയിൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ആക്രമണം പുനരാരംഭിച്ച ഇസ്രയേലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ലോകമെങ്ങും ഉയർന്നിരിക്കുന്നത്. ഈ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിന് തിരിച്ചടിയായി ഇസ്രയേൽ വിമാനത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികളും ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. നെവാറ്റീവ് വ്യോമതാവളത്തിന് നേരെയാണ് ഹൂതികൾ മിസൈൽ ആക്രമണം കടുപ്പിച്ചത്. ഹൂതികളുടെ ഇടപെടൽ തടയാൻ യമൻ ലക്ഷ്യമാക്കി അമേരിക്ക ആക്രമണം കടുപ്പിച്ചിട്ടും അതൊന്നും തന്നെ ഹൂതികളുടെ പോരാട്ട വീര്യത്തെ ബാധിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ 4ാം തവണയും ചെങ്കടലിൽ US ഹാരി എസ് ട്രൂമാൻ വിമാന വാഹിനി കപ്പലിനെ ലക്ഷ്യമിട്ട് വൻ ആക്രമണം ഹൂതികൾ അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഹൂതികൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച സംബന്ധിച്ച് വിശദാംശങ്ങളും പുറത്തുവരുന്നുണ്ട്. അമേരിക്കയ്ക്ക് നാണക്കേടാക്കിയ ഒരു വിഷയമായിരുന്നു ഇത്. ചർച്ചയിൽ ട്രംപിനെ വരച്ച വരയിൽ നിർത്തിയാണ് പുടിൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡൊണാൾഡ് ട്രംപ്, അതായത് അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് കരുതിയെന്ന് വെച്ചാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും, റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ അമേരിക്കയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും അതുപോലെ തന്നെ അമേരിക്കൻ നയങ്ങൾക്ക് വളരെ സപ്പോർട്ട് നൽകുമെന്നുമാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്നാണ് റഷ്യ ഇപ്പോൾ അടിവരയിട്ട് പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് ഒരു മണിക്കൂർ കാത്തിരിപ്പിക്കുക, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കാതെ ചിലത് മാത്രം പരിഗണിക്കാൻ തയ്യാറാവുക എന്ന തന്ത്രമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇവിടെ നടപ്പിലാക്കിയത്. തൻ്റെ ആവശ്യങ്ങൾ ശക്തമായി മുന്നോട്ട് വെച്ച അവ അംഗീകരിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് കൃത്യമായി തന്നെ ട്രംപിനോട് പുടിൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പിരിയുന്നതിന് മുൻപ് അജണ്ടയിൽ ഇല്ലാത്ത വിഷയങ്ങളായ മധ്യപൂർവേഷ്യത്തെ പ്രശ്നങ്ങളും മാറ്റം എടുത്തിട്ടതും പുടിൻ്റെ തന്ത്രമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് ഈ പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്ന സംഘർഷങ്ങൾക്കും ഒരു സൊല്യൂഷൻ വേണമെന്നൊരാവശ്യം പുടിൻ പറയുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയാണ് ഇവിടെ നിലയ്ക്ക് നിൽക്കേണ്ടത്. അതായത് അമേരിക്കയാണ് ഇസ്രയേലിനെ സഹായിക്കുന്നത്. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഒരു വലിയ രാജ്യമാണെന്ന് നമ്മൾ കരുതുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അമേരിക്ക എന്ന വലിയ ശക്തിയാണ്. അമേരിക്കയാണ് ഇസ്രയേലിന് വേണ്ട എല്ലാം നൽകുന്നത്. ആയുധങ്ങളാകട്ടെ, സാമ്പത്തിക ശേഷിയാകട്ടെ,
അമേരിക്കയുടെ സഹായം, അതായത് ധനസഹായം ഏറ്റവും കൂടുതൽ കൈപ്പറ്റുന്ന രാഷ്ട്രം ഏതാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇസ്രയേലാണ് എന്നതുകൂടി ഞാനിവിടെ പറയുകയാണ്. ജനുവരി 19 വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായിരുന്നത്. യുഎസുമായി പൂർണ്ണമായും സഹകരിച്ചാണ് ആക്രമണമെന്ന് ഇസ്രയേൽ സർക്കാരിൻ്റെ വക്താവ് ഡേവിഡ് മെറ്റ്സർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്രയേലിന് നൽകുന്ന പിന്തുണയ്ക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ബന്ദികളുടെ മോചനം സാധ്യമാക്കാൻ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഇത് മാത്രമേ പരിഹാരമുള്ളൂ എന്നാണ് വിദേശകാര്യമന്ത്രി ഗിദായോൻ സർ പറഞ്ഞിരുന്നത്. കീഴടങ്ങാൻ തങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമാണിതെന്ന് ഹമാസും പ്രതികരിച്ചു. ഹമാസിന്റെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണം ഉണ്ടായാൽ നാട്ടുകാരെ പാർപ്പിക്കാൻ ഇസ്രയേൽ ടെൽ അവീവിൽ അഭയകേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഓഫീസിലെ ഉന്നതൻ മുഹമ്മദ് അൽ ജമാസിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. ഗാസയിലെ മറ്റൊരു സായുധ സംഘമായ ഇസ്ലാമിക് ജിഹാദിന്റെ വക്താവ് നജി അബൂ സൈഫും ഭാര്യയും മരിച്ചവരിൽ ഉൾപ്പെടുന്നവരാണ്. 15 മാസത്തിലേറെയായി നടന്ന യുദ്ധത്തിൽ ആശുപത്രി സംവിധാനങ്ങൾ ഭൂരിഭാഗവും തകർന്നതിനാൽ തന്നെ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ പ്രയാസം നേരിടുന്നുണ്ടെന്ന് ജീവകാരുണ്യ സംഘടനയായ റെഡ് ക്രോസ് അറിയിക്കുന്നുണ്ട്. ഹമാസിന്റെ പക്കൽ ജീവനോടെ ശേഷിക്കുന്ന ഇസ്രയേലി ബന്ദികളെ അപകടത്തിലാക്കുന്ന നടപടിയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെതെന്ന് അവരുടെ കുടുംബങ്ങൾ കുറ്റപ്പെടുത്തി. ആക്രമണം നിർത്താനും അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. യുഎസിന്റെ നേതൃത്വത്തിൽ ഈജിപ്തും ഖത്തറും ഇസ്രയേലും ഹമാസുമായി മാസങ്ങളോളം ചർച്ച നടത്തിയാണ് വെടിനിർത്തലിന് ധാരണയായത്. 3 ഘട്ടമായി നടപ്പിലാക്കാൻ തീരുമാനിച്ച വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ 38 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. പകരമായി 2000-ഓളം ഫലസ്തീൻ തടവുകാരെ ഇസ്രയേലും വിട്ടുകൊടുത്തു. എന്നാൽ 1-ാം ഘട്ടത്തിനിടെ 2-ാം ഘട്ട വെടിനിർത്തലിന്റെ വ്യവസ്ഥകൾ ചർച്ച ചെയ്ത് ഉറപ്പിക്കാമെന്നായിരുന്നു ധാരണയെങ്കിലും അതുണ്ടായില്ല. ഈ ഘട്ടത്തിൽ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ ഇതിന് തയ്യാറാകാത്ത ഇസ്രയേൽ 42 ദിവസത്തെ 1-ാം ഘട്ട വെടിനിർത്തൽ തുടരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ മുൻ ധാരണ പ്രകാരം ശാശ്വത വെടിനിർത്തലിന് ചർച്ച വേണമെന്ന് ഹമാസും നിലപാടെടുത്തു. ഇതേ തുടർന്നാണ് ബന്ദിമോചനം ആവശ്യപ്പെട്ട് ഇസ്രയേൽ ഗാസയിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചത്. 57 ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ പക്കലുണ്ടെന്നാണ് ഇസ്രയേലിന്റെ വാദം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇസ്രയേൽ നടത്തുന്ന കണ്ണില്ലാത്ത ക്രൂരതയാണ് ചെയ്യുന്നത്. ഗാസ വേണമെന്ന് അമേരിക്ക മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാസയെ എന്ത് ചെയ്യണം, ഗാസയിലെ ജനങ്ങളെ മറ്റ് രാജ്യങ്ങളിലേക്ക്, അതായത് ഇവരതിന് പറയുന്നത് സുഡാനും സൊമാലിയും ഒക്കെയാണ്, അതായത് ദരിദ്ര രാഷ്ട്രങ്ങളായിട്ടുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇവരെ മാറ്റി പാർപ്പിച്ചിട്ട് ഗാസയെ ഏറ്റെടുത്ത് അമേരിക്ക ഗാസയെ പുതുക്കി പണിയുകയും ഗാസയുടെ മുഖം മാറ്റുമെന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. ഇതിൻ്റെ ഭാഗമായിട്ട് ചില എതിർപ്പുകൾ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നത് നമ്മളിവിടെ ഓർക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയാണ് നമ്മൾ ലോകകാര്യങ്ങളെ വീക്ഷിക്കേണ്ടതും. അവർക്ക് എന്തായാലും വ്യക്തമായിട്ട് അജണ്ട ഇതിൻ്റെ ഭാഗത്തുണ്ടാവും. കൊന്നു തള്ളുന്നതിൽ ഇസ്രയേലിന് യാതൊരു മടിയുമില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണല്ലോ, അതും പിഞ്ചു കുഞ്ഞുങ്ങളെ. എന്തായാലും മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് എഴുതുക.